കൊല്ലം കടപ്പാക്കടയിൽ യുവാവിനെ കുത്തിക്കൊന്നു. പട്ടത്താനം വേലമ്മൂട് സ്വദേശി ഫിലിപ്പാണ് മരിച്ചത്. സുഹൃത്ത് മനോജിനെ പോലീസ് പിടികൂടി. വിവരങ്ങൾ ലിജോ പങ്കുവെക്കും. ലിജോ, എന്താണ് ഈ കൊലപാതകത്തിന് ആസ്പദമായ സംഭവം? അജി, ഇന്ന് വൈകുന്നേരം 7 മണി കഴിഞ്ഞപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം കൊല്ലം കടപ്പാക്കടയിൽ നടന്നത്. അതായത് ഈ സംഭവത്തിൽ മരിച്ചിരിക്കുന്നത് പട്ടത്താനം വേപ്പാലിമൂട് സ്വദേശിയായിട്ടുള്ള 40 വയസ്സുകാരൻ ഫിലിപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കാര്യം, ഈ വൈകുന്നേര സമയത്ത് സുഹൃത്തുക്കളായ 3 പേർ ചേർന്ന് അതിന് സമീപത്ത്, അതായത് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള സ്ഥലമാണ്. അവിടെ ഇരുന്ന് റെയിൽവേ പാളത്തിന് സമീപമുള്ള സ്ഥലമാണ്. അവിടെ ഇരുന്നു കൊണ്ട് 3 പേർ ചേർന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു. അതിലൊരാൾ മനോജ്, മറ്റൊരാൾ ജോൺസൺ, ഒപ്പം തന്നെ റാഫി. ഇവർ 3 പേരും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ മരിച്ചിരിക്കുന്ന ഫിലിപ്പ് തന്റെ വളർത്തു നായയുമായി അതുവഴി വരുന്ന സമയത്ത് ഇതിലൊരാൾ ആ നായയെ കല്ലെടുത്തെറിയുന്നുണ്ടായിരുന്നു. ഇതിനെ തുടങ്ങിയ തർക്കമാണ് തുടർന്ന് കത്തിക്കുത്തിൽ കലാശിക്കുകയും ഇപ്പോൾ ഫിലിപ്പിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ നിലവിലുള്ളത് മനോജും ഒപ്പം തന്നെ ജോൺസണുമാണ്. ഇതിനുശേഷം ഒളിവിൽ പോയ റാഫിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ മരിച്ച മനോജിന്റെ മൃതദേഹമുള്ളത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ്. ശരി.